കുഞ്ഞില നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്ന വ്യക്തി, ഒരു ഇര ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നത് നമ്മൾ പല കേസുകളിലായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കടന്നു പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവർ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതികളിലും മറ്റും എന്തൊക്കെ അനുഭവിച്ചു എന്നതിൻ്റെ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഇനിയും നീതി തേടി മേൽക്കോടതികളിലേക്ക് കാത്തിരിക്കുകയാണ് അവർ. ഇപ്പോൾ ഇതൊരു FIR ഇടുന്നതിന് വന്ന കാലതാമസം ആ പോരാട്ടത്തിന്, നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന ഒരു സ്ത്രീക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്ന മറ്റൊരവസരമാണ്. അവർ പറയുന്നു 14 ദിവസം കാത്തിരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട്. തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടന്നു, സ്വാധീനിക്കാൻ ശ്രമം നടന്നു പല വിധത്തിൽ എന്ന് പറയുകയാണ്. ജാമ്യം നേടി നമ്മുടെ കോടതികളിലൂടെ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് എന്നത് പറയുകയാണ്. അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പോരാട്ടങ്ങൾ നടക്കുമ്പോൾ പോലും ഈ സാഹചര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിജീവിതമാർക്കൊപ്പമല്ല എന്നൊരിക്കൽ കൂടി തെളിയുകയാണോ? കേൾക്കാലോ അല്ലേ? കേൾക്കാം കേൾക്കാം. അതെ, എനിക്ക് തോന്നണ ഈ വിഷയത്തിന്റെ കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് നീതിക്ക് വേണ്ടി ചെല്ലണ എല്ലാ സിസ്റ്റവും ഒരു ആരുടെ ഭാഗത്താണോ, ആർക്കാണോ അനീതി നേരിട്ടിരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റിലക്ടൻസ് അവർ കാണിക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തില്, മറ്റ് അരികുവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര കൂടുതലാണ്. ഇതിനാണെങ്കിൽ നമ്മൾ കാലാകാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളിടത്താണ് അതിന്റെ ഇപ്പം പത്രത്തില് ലേഖനം എഴുതേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ തരത്തില് കേരളത്തിലെ സമൂഹത്തിന്റെ അടുത്തൊരു പരാതിക്കാരി സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്. ആ സിറ്റുവേഷനിലേക്ക് വീണ്ടും വീണ്ടും എത്തുകയാണ്. എന്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞ പോലെ നടി ആക്രമിച്ച കേസിന്റെ റിപ്പർക്കഷൻസ്, പരിണത ഫലങ്ങൾ കഴിഞ്ഞു, നമ്മൾ അതിന്റെ നാൾവഴികൾ കണ്ടു. WCC പോലെയുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഉണ്ടായി. അവരുടെ ഇടപെടൽ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നു എല്ലാ സിനിമാ സെറ്റുകളിലും ICC വേണം എന്നുള്ളത്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഒരു സിനിമാ പ്രവർത്തകയ്ക്ക് അത് ആലോചിച്ച് നോക്കണം, അവർ ജൂറി മെമ്പർ ആയിട്ടാണ് പോയത്. അവർക്ക് അവരുടെ എക്സ്പെർട്ടീസ് കാരണം, നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഞങ്ങൾക്ക് തരൂ, നിങ്ങൾ വിധികർത്താവായി വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട ഒരു സ്ഥലത്ത്, അതായത് അവരുടെ ജോലി സ്ഥലത്ത്, അവർക്ക് പിന്നെയും ഇത്രയും അത് കഴിഞ്ഞിട്ടും ഒരു അനീതി നേരിടുകയാണ്. ശരി, അപ്പൊ അനീതി നേരിട്ടു. ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമല്ല. അവിടെ നമ്മൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന തുല്യത എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഗതി ലംഘിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിയമ സംവിധാനത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് നമ്മുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. അത് ഉണ്ടാവുന്നില്ല. അപ്പൊ ഞങ്ങൾ എവിടെ പോണം എന്നുള്ളതാണ്. ഇത് ഒരു പരാതിയുടെ കാര്യമല്ല. ഇപ്പം ഈ കേസിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറ്റാരോപണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഈ കേസ് പുറത്തു വരുന്നു. പക്ഷെ നിങ്ങള് എനിക്കറിഞ്ഞൂടാ, സ്ത്രീകളായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള ഒരു ഈ പറഞ്ഞ വകുപ്പുകൾ, മോഡസ്റ്റി, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വിമൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ പെട്ട പരാതികളുമായി ഞങ്ങൾ എപ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ തരത്തിലുള്ള റിയാക്ഷൻ ആണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ലജ്ജാകരമാണ്. അത് എന്താണ്, ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് അത് മാറാത്തത്? അത്രയ്ക്ക് വി ആർ സിക്ക് ആൻഡ് ടയേർഡ്. എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല തെറ്റ് വരുന്നത്, ഓക്കെ, മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുമ്പോൾ പോലീസ് അത് കേസെടുക്കുന്നില്ല, FIR ഇടുന്നില്ല. സോ ഹൂ ഇസ് റെസ്പോൺസിബിൾ? മുഖ്യമന്ത്രി, എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഈ സംവിധാനം വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ആള് ഒരു മീറ്റിംഗ് വിളിച്ച്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ പോലീസുകാർ ചെയ്യാണ്ടിരിക്കുമോ? അല്ലെങ്കിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ പണി തെറിക്കും, അല്ലെങ്കിൽ അവർ സസ്പെൻഡഡ് ആവും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവരത് ചെയ്യാൻ ഇരിക്കുമോ? അവരുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അവരുടെ കൃത്യവിലോപമായി FIR ഇടാതിരിക്കുന്നത് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരത് ചെയ്യാതിരിക്കുമോ? എനിക്കറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല അവരുടെ
എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം നടത്തുന്നതിന് ഉണ്ടാവുമെങ്കിൽ അതങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഇല്ലാത്തത്? എവിടെയാണ് ഈ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മളെ ഇലക്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ പ്രതിനിധീകരിച്ച് ഭരിക്കുക എന്നാണ് പറയണത്. അത് നമ്മുടെ മുകളിൽ രാജാക്കന്മാര് ചെയ്യണ പോലെയല്ല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വേണ്ടി നടത്താനായിട്ട് നമ്മൾ വോട്ട് ചെയ്ത് അയച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവരെന്തുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാത്തത്? ഞങ്ങൾ സിറ്റിസൺസ് അല്ലേ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ രാജ്യത്തെ പൗരയല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ രാജ്യത്തെ ഒരു പൗരയായിട്ടുള്ള എനിക്ക് ഈ രാജ്യം ഉറപ്പു തരുന്ന അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ ഞാനത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നാണ് പറയണത്. ആ സിസ്റ്റത്തിനെ വേണ്ട രീതിയിൽ നടത്തേണ്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എനിക്കറിഞ്ഞൂടാ. ഈ ഒരു കാലത്തിന് 2026 ഇരുന്നും നമ്മൾ ഇത് സംസാരിക്കേണ്ടി വരുമ്പോ അത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ, അതായത് നിങ്ങളും ഞാനും ഈ പാനലിൽ ഉൾപ്പെടുന്ന ആൾക്കാരും നമ്മൾ നിരത്തിൽ ഇറങ്ങി കാണുന്ന എല്ലാവരും ഉൾപ്പെടുന്ന സമൂഹം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് എന്താണ് പറയാ, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ, MLAs അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ട സിസ്റ്റം ഞങ്ങളെ ഫെയിൽ ചെയ്യുകയാണ്. അത് ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. ഇതേ പ്രശ്നം SC/ST വകുപ്പ് ഇടാനായിട്ട്, SC/ST ആക്ട് ഇടാനായിട്ട് വിമുഖത തന്നെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ കാണിക്കാറുള്ളത്. അത് ഏത് വിഭാഗം, അരികുവത്കരിക്കപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടുണ്ടെങ്കിലും അത് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിമാർ. ഞാൻ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതുമായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. അതിനകത്ത് 3ാമത്തെ കേസിലാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും പോലീസുകാർ തന്നെയാണല്ലോ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത്, കുറ്റാരോപിതന്. സോ ഇതിപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പ് തരുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കാനായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് മാറാതെ എനിക്കറിഞ്ഞൂടാ. എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ എവിടെയാണ് പ്രത്യാശ ഉള്ളതെന്ന്, എവിടെയാണ് ഹോപ്പ് ഉള്ളതെന്ന്. തീർച്ചയായും അതേ ഒരു നിസ്സഹായ അവസ്ഥ തന്നെയാണ് ആ തുറന്നു പറച്ചിൽ നമുക്ക് മുന്നിൽ എടുത്തു കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.